ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഭൂമിയുടെ ഭ്രമണം എങ്ങനെയാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട്. അതായത് ഭൂമി സ്വയം തിരിയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. രാത്രിയും പകലും മാറി മാറി വരാൻ കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് സ്വയം തിരിയുന്നത് കൊണ്ടാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. രാത്രിയും പകലും മാറി മാറി വരാൻ കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറാൻ കാരണം ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതുകൊണ്ടാണ്. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതുകൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രൻ്റെ സ്ഥാനം മാറി വരാൻ കാരണം. ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയമാണ് 27/1 ദിവസം. അപ്പോൾ ചന്ദ്രന് ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം വെച്ചാൽ 27/1 ദിവസമാണ് എടുക്കുന്നത്. അപ്പോൾ ചന്ദ്രന് ഭൂമിയെ പരിക്രമണം ചെയ്യാൻ എടുക്കുന്ന സമയം, അതായത് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ചോദിച്ചാൽ 27/1 ദിവസമാണ്. പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃത്തിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം എന്തുകൊണ്ടാണ് പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശമുള്ള ഭാഗവും നിഴൽഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണ് എന്തുണ്ടാകുന്നത്? വൃത്തിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അതായത് വൃത്തിക്ഷയം എന്ന് പറഞ്ഞാൽ അമാവാസി പൂർണ്ണചന്ദ്രനെ അർദ്ധചന്ദ്രൻ അങ്ങനെ കാണുന്നത്. അതെന്തുകൊണ്ടാണ്? ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലം. അമാവാസിയിൽ നിന്ന് പൗർണ്ണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടുതൽ കാണുന്നത്. പൗർണ്ണമി സമയത്ത് നമുക്ക് ചന്ദ്രനെ പൂർണ്ണമായിട്ട് കാണാൻ പറ്റും. അതാണ് വൃത്തി എന്ന് പറയുന്നത്. പൗർണ്ണമി എന്ന അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കുറഞ്ഞു വരുന്നതിനാണ് നമ്മൾ ക്ഷയം എന്ന് പറയുന്നത്. അത് അങ്ങനെയാണ് വൃത്തിക്ഷയം എന്ന് നമ്മൾ പറയുന്നത്. ചന്ദ്രൻ പൂർണ്ണമായിട്ട് കാണുന്നത് വൃത്തി, കുറഞ്ഞു വരുന്നത് ക്ഷയം. ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരാൻ കാരണം എന്തുകൊണ്ടാണ്? ചന്ദ്രൻ പരിക്രമണം ചെയ്യാനും ഭ്രമണം ചെയ്യാനും എടുക്കുന്ന സമയം തുല്യമായതുകൊണ്ടാണ് നമുക്ക് ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് നിന്ന് കാണാൻ പറ്റും. അപ്പോൾ ചന്ദ്രൻ്റെ ഒരു മുഖം മാത്രം ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ പരിക്രമണം ചെയ്യാൻ എടുക്കുന്ന സമയം, ഭൂമിയെ പരിക്രമണം ചെയ്യുന്നതും അതുപോലെ ഭ്രമണം ചെയ്യാനും എടുക്കുന്ന സമയം ഒന്നാണ്. അതായത് 27/3 ദിവസമാണ് ചന്ദ്രന് ഭൂമിയെ പരിക്രമണം ചെയ്യാനും ഭ്രമണം ചെയ്യാനും വേണ്ടത്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രം. ഏറ്റവും വലിയ നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രവും സൂര്യനാണ്. നാം കാണുന്ന നക്ഷത്രങ്ങൾ സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത നക്ഷത്രമാണ് ആൽഫ സെന്റോറി. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം എന്ന് ചോദിച്ചാൽ അത് ആൽഫ സെന്റോറിയാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രണ്ടാമത്തെ നക്ഷത്രമാണ് ആൽഫ സെന്റോറി. ആകാശത്തെ നക്ഷത്രത്തെ ചേർത്ത് വരച്ച് സങ്കല്പിക്കാവുന്ന രൂപങ്ങളാണ് നക്ഷത്രഗണങ്ങൾ. നക്ഷത്രഗണങ്ങൾക്ക് ഉദാഹരണമാണ് സപ്തർഷികൾ അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ, വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ, കാശിബി. അപ്പോൾ നക്ഷത്രഗണങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? സപ്തർഷികൾ അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ, വേട്ടക്കാരൻ അല്ലെങ്കിൽ ഓറിയോൺ, കാശിബി എന്നിവ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങൾ കാണാൻ സാധിക്കുന്ന നക്ഷത്രഗണമാണ് വേട്ടക്കാരൻ. വേട്ടക്കാരൻ കാണുന്ന സമയം എപ്പോഴാണ്? ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ. വേട്ടക്കാരൻ്റെ വലതു ചുമലിൻ്റെ സ്ഥാനത്ത് കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര. വേട്ടക്കാരൻ്റെ വലതു ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര. കാശിബിയെ കാണാൻ സാധിക്കുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിലാണ്. അപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കാണുന്നതിനെ എന്ത് പറയുന്നു? വേട്ടക്കാരൻ എന്ന് പറയുന്നു. ഈ വേട്ടക്കാരൻ്റെ വലതു ചുമലിൻ്റെ അവിടെ ചുവന്ന് കാണുന്ന നക്ഷത്രങ്ങളാണ് തിരുവാതിര. നക്ഷത്രമാണ് തിരുവാതിര. കാശിബിയെ കാണാൻ സാധിക്കുന്നത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളാണ്.